രക്തസാക്ഷിത്വത്തിന്റെ ഫലമാണ് വെടിനിർത്തൽ. ഇറാൻ പ്രസിഡന്റിന്റെ ആദ്യ പ്രതികരണം. 40-ാം നാളിലേക്ക് യുദ്ധം കടക്കുന്നതിനിടെ യുഎസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അപ്രതീക്ഷിത വെടിനിർത്തൽ പ്രഖ്യാപനത്തെ അംഗീകരിച്ച് ഇറാൻ. തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചാണ് വെടിനിർത്തൽ പ്രഖ്യാപനമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇപ്പോഴത്തെ വെടിനിർത്തൽ ഖമേനിയുടെ രക്തത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒറ്റ രാത്രിക്കുള്ളിൽ ഇറാന്റെ സർവനാശമെന്ന് യുഎസ് പ്രസിഡന്റും ബെഞ്ചമിൻ നെതന്യാഹുവും പ്രഖ്യാപിച്ച് നേരത്തോട് നേരം അടുക്കുമ്പോഴാണ് 2 ആഴ്ചത്തെ വെടിനിർത്തലിന് യുഎസ് അംഗീകാരം നൽകിയതെന്നതും ശ്രദ്ധേയമാണ്. ചൊവ്വാഴ്ച വൈകി പ്രഖ്യാപിച്ച യുഎസ് ഇറാൻ വെടിനിർത്തലിന് ശേഷമുള്ള തന്റെ ആദ്യ പ്രതികരണത്തിൽ ഇത് ചരിത്രപരമായ തീരുമാനം മഹാനായ രക്തസാക്ഷി നേതാവ് ഖമേനിയുടെ രക്തസാക്ഷിത്വത്തിന്റെ അനന്തരഫലമാണെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇറാൻ ആഗ്രഹിച്ച പൊതുതത്വങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള വെടിനിർത്തൽ നമ്മുടെ മഹാനായ രക്തസാക്ഷി നേതാവ് ഖമേനിയുടെ രക്തത്തിന്റെയും സ്ഥലത്തെ എല്ലാ ജനങ്ങളുടെയും സാന്നിധ്യത്തിന്റെയും നേട്ടമായിരുന്നുവെന്നാണ് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തത്. ഇന്നു മുതൽ നയതന്ത്ര മേഖലയിലായാലും പ്രതിരോധ മേഖലയിലായാലും തെരുവ് വേദിയിലായാലും സേവന വ്യവസ്ഥയുടെ മേഖലയിലായാലും നമ്മൾ ഒരുമിച്ച് തുടരും. 2026 ഫെബ്രുവരി 28 ടെഹ്റാനിലെ അദ്ദേഹത്തിന്റെ കോമ്പൗണ്ടിൽ നടന്ന യുഎസ് ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ അന്നത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. മേഖലയിലെ സൈനിക താവളങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിച്ചതോടെ ഇത് സംഘർഷം ഗണ്യമായി വർദ്ധിപ്പിച്ചു. അതേസമയം ട്രംപിന്റെ കിഴക്കൻ സമയം രാത്രി 8 മണി സമയപരിധിക്ക് ഏതാനും മണിക്കൂറുകൾ മുൻപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തലിന് ശേഷം ടെഹ്റാനിൽ ജനക്കൂട്ടം തെരുവിലിറങ്ങി പതാകകൾ വീശിയും മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധിച്ചു. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാനെതിരായ ബോംബിങ്ങും ആക്രമണവും എന്ന പ്രചാരണം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ ചരിത്രപരമായ വിജയം അവകാശപ്പെട്ടു. കുറ്റകരമായ യുഎസിനെ അവരുടെ 10 പദ്ധതി അംഗീകരിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് ഇറാൻ ഒരു ചരിത്ര വിജയം നേടി. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ നിയന്ത്രണം, സമ്പുഷ്ടീകരണ അവകാശങ്ങൾ, എല്ലാ ഉപരോധങ്ങളും നീക്കം ചെയ്യൽ എന്നിവ യുഎസ് അംഗീകരിച്ചു. ആക്രമണം അവസാനിപ്പിക്കാനും നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും മേഖലയിൽ നിന്നും നിർബന്ധിതമായി പിൻവലിക്കാനും യുഎസ് സമ്മതിച്ചു. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തതായി സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ പറഞ്ഞു. 1 മാസത്തിലേറെയായി അമേരിക്ക വെടിനിർത്തലിന് ശ്രമിച്ചുവെന്ന് സുരക്ഷാ കൗൺസിൽ അവകാശപ്പെട്ടു. എന്നാൽ രാജ്യത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഇറാൻ പലതവണ സമയപരിധി നിരസിച്ചു. ശത്രുവിന്റെ ഖേദവും നിരാശയും ഇല്ലാതാക്കുക, രാജ്യത്തിനുണ്ടായ ദീർഘകാല ഭീഷണി ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന് തുടക്കം മുതൽ തന്നെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഇന്ന് 40-ാം ദിവസം വരെ യുദ്ധം തുടർന്നു. യുഎസ് പ്രസിഡന്റ് നിശ്ചയിച്ച സമയപരിധി ഇറാൻ ആവർത്തിച്ച് നിരസിച്ചു. ശത്രുവിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള സമയപരിധിക്കും അവർ പ്രാധാന്യം നൽകുന്നില്ലെന്നും ഊന്നിപ്പറയുകയും ചെയ്തുവെന്നും കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.